ഉദയ്പൂർ വിമാനത്താവളത്തിന്റെ റൺവേ ലക്ഷ്യമാക്കി ഒരു ഇൻഡിഗോ എയർബേസ് A320 വിമാനം സാവധാനം താഴ്ന്നിറങ്ങുമ്പോൾ അതിനുള്ളിലിരുന്ന യാത്രക്കാർക്ക് അത് തികച്ചും സാധാരണമായ ഒരു ലാൻഡിംഗ് മാത്രമായിരുന്നു. എന്നാൽ ഇന്ത്യൻ വ്യോമയാന ചരിത്രത്തിൽ അതൊരു സുവർണ അധ്യായത്തിന്റെ തുടക്കമായിരുന്നു. വിമാനത്താവളങ്ങളിൽ സാധാരണയായി കാണപ്പെടുന്ന കോടികൾ വിലമതിക്കുന്ന പരമ്പരാഗത ഗ്രൗണ്ട് റേഡിയോ സംവിധാനങ്ങളുടെ സഹായമില്ലാതെ പൂർണ്ണമായും ഉപഗ്രഹാധിഷ്ഠിത സാങ്കേതികവിദ്യ ഉപയോഗിച്ച് ഇന്ത്യയിൽ ആദ്യമായി ഒരു വാണിജ്യ പാസഞ്ചർ ജെറ്റ് വിമാനം വിജയകരമായി നിലത്തിറങ്ങിയ നിമിഷമായിരുന്നു അത്. ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടനയായ ISROയും എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയും സംയുക്തമായി വികസിപ്പിച്ചെടുത്ത ഗഗൻ എന്ന അത്യാധുനിക നാവിഗേഷൻ സംവിധാനമാണ് ഈ ചരിത്ര നേട്ടത്തിന് പിന്നിൽ പ്രവർത്തിച്ചത്. ചെറിയ ടർബോ പ്രോപ്പ് വിമാനങ്ങൾ മുൻപ് ഈ സംവിധാനം പരീക്ഷിച്ചിട്ടുണ്ടെങ്കിലും 100ലധികം യാത്രക്കാരുമായി പറക്കുന്ന ഒരു വൻകിട ജെറ്റ് വിമാനം ഗഗന്റെ കരുത്തിൽ ലാൻഡ് ചെയ്യുന്നത് ഇതാദ്യമായാണ്. ഈ സുപ്രധാന ചുവടുവെപ്പോടെ ബഹിരാകാശ സാങ്കേതിക വിദ്യയെ സാധാരണക്കാരന്റെ സുരക്ഷിത ആകാശ യാത്രയ്ക്കായി വിജയകരമായി സമന്വയിപ്പിച്ച ലോകത്തിലെ അതിവിശിഷ്ട രാജ്യങ്ങളുടെ പട്ടികയിലേക്ക് ഭാരതം ഔദ്യോഗികമായി നടന്നു കയറിയിരിക്കുന്നു. എന്താണ് ഈ ഗഗൻ സാങ്കേതിക വിദ്യ? GPS എയ്ഡഡ് ജിയോ ഓഗ്മെന്റഡ് നാവിഗേഷൻ എന്നതിൻ്റെ ചുരുക്ക രൂപമാണ് ഗഗൻ. പലരും ഇതിനെ ഇന്ത്യയുടെ സ്വന്തം ലൊക്കേഷൻ കണ്ടെത്തൽ സംവിധാനമായ നാവിക്കുമായി തെറ്റിദ്ധരിക്കാറുണ്ട്. എന്നാൽ ഇവ രണ്ടും തികച്ചും വ്യത്യസ്തമായ രണ്ട് ദൗത്യങ്ങളാണ് നിർവഹിക്കുന്നത്. നാവിക് എന്നത് അമേരിക്കയുടെ GPS പോലെ ഒരു വ്യക്തിയുടെയോ വാഹനത്തിൻ്റെയോ സ്ഥാനം സ്വതന്ത്രമായി കണ്ടെത്താൻ സഹായിക്കുന്ന ഉപഗ്രഹ ശൃംഖലയാണ്. എന്നാൽ ഗഗൻ സ്വന്തമായി നാവിഗേഷൻ വിവരങ്ങൾ നിർമ്മിക്കുന്നില്ല. പകരം നിലവിലുള്ള GPS സിഗ്നലുകളുടെ കൃത്യതയും സുരക്ഷിതത്വവും പല മടങ്ങ് വർദ്ധിപ്പിക്കുന്ന ഒരു ഓഗ്മെന്റേഷൻ അഥവാ അനുപൂരക സംവിധാനമായാണ് ഇത് പ്രവർത്തിക്കുന്നത്. ലളിതമായി പറഞ്ഞാൽ GPS നൽകുന്ന വിവരങ്ങൾ സൂക്ഷ്മമായി പരിശോധിച്ച് അതിലെ പിഴവുകൾ തിരുത്തി അത് വിമാനയാത്രയ്ക്ക് അനുയോജ്യമാണോ എന്ന് ഉറപ്പുവരുത്തുന്ന ഒരു മികച്ച ഫാക്ട് ചെക്കറാണ് ഗഗൻ. ഭൂമധ്യരേഖയ്ക്ക് മുകളിൽ ഒരേ സ്ഥാനത്ത് നിലയുറപ്പിച്ചിട്ടുള്ള GSAT-8, GSAT-10 എന്നീ ആശയവിനിമയ ഉപഗ്രഹങ്ങൾ വഴിയാണ് ഗഗൻ ഈ തിരുത്തിയ സിഗ്നലുകൾ വിമാനങ്ങളിലേക്ക് തത്സമയം എത്തിക്കുന്നത്. ഇനി സാധാരണ GPS വിമാനങ്ങൾ ഇറക്കാൻ ഉപയോഗിക്കാത്തത് എന്തുകൊണ്ടാണ് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. നമ്മുടെ കൈകളിലുള്ള സ്മാർട്ട് ഫോണുകളിലെ GPS സംവിധാനം റോഡ് യാത്രകൾക്കോ വഴി കണ്ടെത്താനോ തികച്ചും പര്യാപ്തമാണ്. അത് ഏതാനും മീറ്ററുകളുടെ വ്യത്യാസത്തിൽ നമ്മൾ നിൽക്കുന്ന സ്ഥലം കൃത്യമായി കാണിച്ചു തരികയും ചെയ്യും. എന്നാൽ നൂറുകണക്കിന് യാത്രക്കാരുമായി മണിക്കൂറിൽ 100 കണക്കിന് കിലോമീറ്റർ വേഗതയിൽ ആകാശത്ത് നിന്ന് താഴേക്കിറങ്ങുന്ന ഒരു ഭീമൻ വിമാനത്തിന് ഈ കൃത്യത മാത്രം പോരാ. ഉപഗ്രഹങ്ങളിൽ നിന്നുള്ള GPS സിഗ്നലുകൾ ഭൂമിയിലേക്ക് സഞ്ചരിക്കുമ്പോൾ ഭൂമിയുടെ അന്തരീക്ഷത്തിന്റെ മുകൾ തട്ടിലുള്ള അയണോസ്ഫിയർ എന്ന വൈദ്യുത ചാർജുള്ള മേഖലയിലൂടെ കടന്നു പോകേണ്ടതുണ്ട്. ഈ മേഖലയിലെ മാറ്റങ്ങൾ കാരണം GPS സിഗ്നലുകളുടെ വേഗത കുറയുകയോ അവയ്ക്ക് നേരിയ വ്യതിയാനം സംഭവിക്കുകയോ ചെയ്യാം. ഇത് പൈലറ്റിന് ലഭിക്കുന്ന ലൊക്കേഷൻ വിവരങ്ങളിൽ വലിയ പിഴവുകൾ വരുത്തിവെക്കും. ഇന്ത്യയെ സംബന്ധിച്ച് ഈ പ്രതിസന്ധി കുറച്ചുകൂടി സങ്കീർണമാണ്. കാരണം നമ്മുടെ രാജ്യം സ്ഥിതി ചെയ്യുന്നത് അന്തരീക്ഷ വ്യതിയാനങ്ങൾ വളരെ പെട്ടെന്ന് സംഭവിക്കുന്ന ഒരു പ്രത്യേക മേഖലയിലാണ്. അതുകൊണ്ട് തന്നെ സാധാരണ GPS മാത്രം വിശ്വസിച്ച് മൂടൽമഞ്ഞിലോ കനത്ത മഴയിലോ ഒരു പൈലറ്റിന് വിമാനം റൺവേയിലേക്ക് നയിക്കാൻ സാധിക്കില്ല. GPS സിഗ്നലുകളിൽ ഉണ്ടാകുന്ന ഈ അന്തരീക്ഷ പിഴവുകളെ കൃത്യമായി പരിഹരിക്കാൻ ഇന്ത്യയിലുടനീളം തന്ത്രപ്രധാനമായ 15 റഫറൻസ് സ്റ്റേഷനുകൾ ഗഗൻ പദ്ധതിയുടെ ഭാഗമായി സ്ഥാപിച്ചിട്ടുണ്ട്. ഈ സ്റ്റേഷനുകൾ ഭൂമിയിൽ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് എന്ന് സെന്റിമീറ്ററുകൾ കൃത്യതയിൽ ISROയ്ക്ക് മുൻകൂട്ടി അറിയും. ഈ ഗ്രൗണ്ട് സ്റ്റേഷനുകൾ നിരന്തരമായി ബഹിരാകാശത്ത് നിന്നുള്ള GPS സിഗ്നലുകൾ സ്വീകരിച്ചുകൊണ്ടേയിരിക്കുന്നു. തുടർന്ന് GPS കാണിക്കുന്ന സ്ഥാനവും സ്റ്റേഷന്റെ യഥാർത്ഥ സ്ഥാനവും തമ്മിൽ കമ്പ്യൂട്ടറുകൾ വഴി ഒത്തുനോക്കുന്നു. സ്റ്റേഷനുകൾ നിശ്ചലമായതുകൊണ്ട് തന്നെ ഈ രണ്ട് അളവുകൾ തമ്മിലുള്ള വ്യത്യാസം അന്തരീക്ഷം മൂലം സിഗ്നലിനുണ്ടായ പിഴവുകളാണെന്ന് സിസ്റ്റം തിരിച്ചറിയുന്നു. ഈ പിഴവുകൾ സെൻട്രൽ പ്രോസസ്സിംഗ് സെന്റർ നിമിഷ നേരം കൊണ്ട് കണക്കുകൂട്ടുകയും കൃത്യമായ തിരുത്തലുകൾ തയ്യാറാക്കി GSAT ഉപഗ്രഹങ്ങളിലേക്ക് അയക്കുകയും ചെയ്യുന്നു. ഉപഗ്രഹങ്ങൾ ഈ പുതുക്കിയ കൃത്യമായ വിവരങ്ങൾ ആകാശത്തുകൂടി പറക്കുന്ന വിമാനങ്ങളിലെ റിസീവറുകളിലേക്ക് സെക്കൻഡുകൾക്കുള്ളിൽ എത്തിക്കുന്നു. വിമാനത്തിലെ കമ്പ്യൂട്ടറുകൾ സ്വയം ഈ തിരുത്തലുകൾ ഉൾക്കൊണ്ട് റൺവേയുടെ കൃത്യമായ പാത കണ്ടെത്തുകയാണ് ചെയ്യുന്നത്. ഏതെങ്കിലും കാരണവശാൽ സിഗ്നൽ സുരക്ഷിതമല്ലെങ്കിൽ പൈലറ്റിന് ഉടൻ തന്നെ മുന്നറിയിപ്പ് നൽകാനുള്ള സുരക്ഷാ സംവിധാനവും ഇതിലുണ്ട്. സാധാരണയായി വലിയ വിമാനത്താവളങ്ങളിൽ വിമാനം സുരക്ഷിതമായി ഇറക്കാൻ ഇൻസ്ട്രുമെന്റ് ലാൻഡിംഗ് സിസ്റ്റം അഥവാ ILS എന്ന വലിയ ഗ്രൗണ്ട് റേഡിയോ ഉപകരണങ്ങൾ സ്ഥാപിക്കേണ്ടതുണ്ട്. വിമാനം എത്ര ഉയരത്തിൽ വരണം, റൺവേയുടെ മധ്യഭാഗം എവിടെയാണ് എന്നൊക്കെ പൈലറ്റിന് കൃത്യമായി പറഞ്ഞു കൊടുക്കുന്നത് റൺവേക്ക് ഇരുവശവുമുള്ള ഈ ഉപകരണങ്ങളാണ്. എന്നാൽ ചെറിയ നഗരങ്ങളെ വ്യോമപാതയിലൂടെ ബന്ധിപ്പിക്കുന്ന ഉഡാൻ പോലെയുള്ള പദ്ധതികൾ രാജ്യത്ത് സജീവമാകുമ്പോൾ എല്ലാ ചെറിയ വിമാനത്താവളങ്ങളിലും കോടികൾ ചെലവഴിച്ച് ഇത്തരം ILS സംവിധാനങ്ങൾ സ്ഥാപിക്കാനും അവ പരിപാലിക്കാനും വലിയ സാമ്പത്തിക ബാധ്യതയുണ്ട്.
ഇവിടെയാണ് ഗഗന്റെ പ്രസക്തി പ്രകടമാകുന്നത്. വിമാനത്താവളങ്ങളിൽ പ്രത്യേകിച്ച് ഒരു വലിയ ഗ്രൗണ്ട് ഉപകരണവും സ്ഥാപിക്കാതെ തന്നെ ഉപഗ്രഹങ്ങളുടെയും ഗഗൻ സാങ്കേതിക വിദ്യയുടെയും സഹായത്തോടെ പൈലറ്റിന് കൃത്യമായ ദിശയും ഉയരവും ലഭ്യമാക്കാൻ ഇതിന് സാധിക്കും. ഇതിനെ വ്യോമയാന രംഗത്ത് LPV അഥവാ ലോക്കലൈസർ പെർഫോമൻസ് വിത്ത് വേർട്ടിക്കൽ ഗൈഡൻസ് എന്നാണ് വിളിക്കുന്നത്. മോശം കാലാവസ്ഥ കാരണം വിമാനങ്ങൾ സർവീസ് റദ്ദാക്കുന്നതോ മറ്റു വലിയ വിമാനത്താവളങ്ങളിലേക്ക് തിരിച്ചുവിടുന്നതോ ഒഴിവാക്കാൻ ഇത് സഹായിക്കും. ഇതുവഴി വിമാന കമ്പനികൾക്ക് കൃത്യസമയത്ത് സർവീസ് നടത്താനും ചെറിയ നഗരങ്ങളിലെ വിമാനത്താവളങ്ങളുടെ വികസന ചെലവ് പകുതിയായി കുറയ്ക്കാനും സാധിക്കും. സിവിൽ ഏവിയേഷൻ രംഗത്ത് സുരക്ഷിതത്വം വർദ്ധിപ്പിക്കുക മാത്രമല്ല ഗഗന്റെ നാവിഗേഷന്റെ ലക്ഷ്യം. ഇന്ത്യൻ വ്യോമാതിർത്തിക്കുള്ളിലെ ട്രാഫിക് മാനേജ്മെന്റ് കൂടുതൽ കാര്യക്ഷമമാക്കാനും ചുരുങ്ങിയ ദൂരമുള്ള പുതിയ വ്യോമപാതകൾ രൂപകൽപ്പന ചെയ്യാനും ഇത് വ്യോമയാന മന്ത്രാലയത്തെ സഹായിക്കും. വിമാനങ്ങൾ വളഞ്ഞു പൊളഞ്ഞു പറക്കാതെ കൂടുതൽ നേരായ പാതകൾ സ്വീകരിക്കുന്നതിലൂടെ വൻതോതിൽ ഇന്ധന ലാഭവും സമയ ലാഭവും ഉറപ്പാക്കാൻ സാധിക്കും. ഇത് ആഗോളതലത്തിൽ കാർബൺ പുറന്തള്ളുന്നത് കുറയ്ക്കുന്നതിനുള്ള ഇന്ത്യയുടെ ശ്രമങ്ങൾക്ക് കരുത്തു പകരും. അമേരിക്കയുടെ WAAS, യൂറോപ്പിന്റെ ഇഗ്നോസ് തുടങ്ങിയ അന്താരാഷ്ട്ര ഉപഗ്രഹ സംവിധാനങ്ങളുമായി ചേർന്ന് പ്രവർത്തിക്കാൻ തക്കവണ്ണമാണ് ഗഗൻ രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. ഇതിനാൽ രാജ്യാന്തര വിമാനങ്ങൾക്കും ഇന്ത്യൻ വ്യോമാതിർത്തിയിലൂടെ കടന്നു പോകുമ്പോൾ ഈ മികച്ച സേവനം സുഗമമായി പ്രയോജനപ്പെടുത്താം. വ്യോമയാന മേഖലയ്ക്ക് പുറമെ ഇന്ത്യൻ റെയിൽവേ, കപ്പൽ ഗതാഗതം, ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ, കൃഷി തുടങ്ങിയ തന്ത്രപ്രധാനമായ മേഖലകളിലും ഗഗൻ സിഗ്നലുകൾ വരും ദിവസങ്ങളിൽ വലിയ മാറ്റങ്ങൾ വരുത്തും. ഉദയ്പൂരിലെ ആ ലാൻഡിംഗ് കേവലം ഒരു വിമാനം നിലത്തിറങ്ങൽ മാത്രമായിരുന്നില്ല, മറിച്ച് ഇന്ത്യൻ ശാസ്ത്ര ലോകത്തിന്റെ സ്വാശ്രയത്വവും കരുത്തും ആഗോളതലത്തിൽ വിളിച്ചോതുന്ന നമ്മുടെ ആകാശത്തെ കൂടുതൽ സുരക്ഷിതമാക്കുന്ന ഒരു പുതിയ യുഗത്തിന്റെ വിളംബരമായിരുന്നു. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.